എല്ലാവർക്കും ജാമീസ് വേർഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ഇടാം. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി 8 അല്ലിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടാൻ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കിടാം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 തണ്ട് കരിവേപ്പിലയും അതുപോലെ തന്നെ 1 തക്കാളിയെ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്കിടുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാളയും തക്കാളിയും എല്ലാം പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറി കിട്ടും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് കഴുകി നന്നായിട്ട് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഞണ്ടിതിനെ 2ആയിട്ട് മുറിച്ചിട്ടുള്ള ഞണ്ടാണ്. 6 ഞണ്ട് ഇട്ടതിൽ. അപ്പോൾ ഞണ്ടിലേക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഞണ്ടിനെ മസാലയുമായിട്ട് ചേർത്തിക്കിട്ട് വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 2 കപ്പ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് അടച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല മണവും വരുന്നുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അതുമാത്രമല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു കുഞ്ഞൻ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.